ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. മക്കളെ കൂട്ടി നമുക്കങ്ങ് തീർമാനമുണ്ട്. എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ. എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ നൊന്ത് പ്രസവിച്ച് എന്റെ മക്കളെ കൊല്ലാനോ? എങ്ങനെ തോന്നി സത്യമായിട്ട് നിങ്ങൾക്കിത് പറയാൻ? അത്രയ്ക്ക് ക്രൂരനായി പോയോ നിങ്ങള്? നമ്മുടെ മക്കളെ കൊല്ലണോ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇനി ഒന്നും പറയാൻ വേണ്ട. ഞാൻ വരാം. നിങ്ങൾ എവിടേക്ക് വിളിച്ചാലും എതിർത്തൊരു അക്ഷരം പറയാതെ ഞാൻ വരാം. അത് തെരുവിൽ തെണ്ടി ജീവിക്കാനാണെങ്കിലും അതല്ല മരിക്കാനാണെങ്കിലും സന്തോഷത്തോടെ സമ്മതിക്കാൻ ഞാൻ. പക്ഷെ എന്റെ മക്കള് അവരെ വിളിക്കരുത് എങ്ങോട്ടും. വിട്ടുതരില്ല ഞാൻ അവരെ. എന്റെ മക്കള് അവര്, എന്റെ മക്കള് വിട്ടുതരില്ല ഞാൻ. വിട്ടുതരില്ല. മക്കൾ, എന്റെ മക്കൾ. എന്താ അമ്മേ? ഒന്നുമില്ല. ഞാനിന്നിവിടെയാണ് കിടക്കുന്നത്. നീ ഉറങ്ങിക്കോ. ഇതെന്താ ഇവിടെ? അച്ഛൻ വന്നില്ല ഇതുവരെ? വന്നു. ഞാനിന്നിവിടെ കിടക്കാന്ന് വെച്ചു. അതെന്താ പതിവില്ലാതെ ഇന്നിവിടെ ഒരു കിടത്തം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ലൈറ്റ് അണച്ച് കിടക്കാൻ നോക്ക്. അത് പറ്റില്ല. ഇവിടെ കിടക്കണല്ലേ? ഞങ്ങളുടെ കൂടെ ഇവിടെ ബെഡിൽ കിടന്നാ മതി. ഇങ്ങോട്ട് വാ. ഇവിടെ ഒരാൾക്ക് കൂടി സുഖമായിട്ട് കിടക്കാം. കിടക്കാം. ഇനി പറ, എന്തിനാ എന്റെ അമ്മക്കുട്ടി അച്ഛനോട് പിണങ്ങിയേ? ലേറ്റായി വന്നേനാണോ? അതോ ഡ്രിങ്ക്സ് കഴിച്ചേനോ? അതിനാണല്ലോ സാധാരണ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പിണങ്ങാറ്. പറ അമ്മേ, എന്തിനാ നിങ്ങൾ പിണങ്ങിയത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ ഉറങ്ങിക്കോ. വല്ലപ്പോഴും ഒരു ഡ്രിങ്ക്സ് കഴിച്ചു എന്ന് വെച്ചാൽ എന്തിനാ അമ്മ പിണങ്ങുന്നേ?
പാവല്ലേ നമ്മുടെ അച്ഛൻ. ഇപ്പൊ ഒറ്റയ്ക്ക് കിടന്ന് സങ്കടപ്പെടുവായിരിക്കും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ഗൗരി, നീ ഒന്നും മിണ്ടാതെ കിടക്കുന്നുണ്ടോ? ഓ സോറി സോറി, ഞാനൊന്നും മിണ്ടുന്നില്ലേ. പെണക്കൊക്കെ ഞാൻ നാളെ മാറ്റി തരാട്ടോ. ഗുഡ് നൈറ്റ്. എല്ലാവരും അവാർഡ് പടം പോലെ മിണ്ടാതിരിക്കുവാണെ പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത്? എന്നെ എന്റെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് വിട്ടേരെ. അതാ നല്ലത്. ഇവിടെ നിന്ന് വെറുതെ എന്തിനാ പഠിത്തം കളയുന്നേ? ഹോസ്റ്റലിലാവുമ്പോ നിന്റെ കാര്യത്തിലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടുമല്ലോ. അതൊന്നും പറിച്ചില്ല അമ്മേ. ഞാനാണോ എല്ലാവരും മനസ്സമാധാനം കളയുന്നത്? ദേ അച്ഛ, നിങ്ങൾ തമ്മിൽ പിണങ്ങിയതിന് വെറുതെ എന്നെ പഴിചാരുന്ന കണ്ടോ ഈ അമ്മ? മിണ്ടായിരുന്നു കഴിക്കടി. ഇവിടെ ആർക്കും ആരോടും പിണക്കൊന്നുമില്ല. ആഹാ, എന്നിട്ടാണ് ഇന്നലെ ഒരാൾ പൂച്ചയെ പോലെ പതുങ്ങി വന്ന് ഞങ്ങളുടെ കൂടെ കിടന്നത്? അച്ഛ, അമ്മ ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെയാണോ കിടക്കുന്നത്? അതെ, ഇന്ന് മാത്രമല്ല, ഇനി എന്നും ഞാൻ അവിടെ കിടക്കുന്നത്. അയ്യോ അമ്മ, അത് ഫൗളാണ് കേട്ടോ. ഇടയ്ക്കൊരു സൗന്ദര്യ പിണക്കൊക്കെ ആവാം. പക്ഷേ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള പരിപാടിയാണെങ്കിൽ അത് ഭയങ്കര ബോറാവും അല്ലേ അച്ഛാ? നീ ഇതെന്തറിഞ്ഞിട്ടാ ഗൗരി? ഇതൊക്കെ രണ്ടുപേരുടെ നമ്പറല്ലേ, മറ്റുള്ളവരുടെ കണ്ണി പൊടിയിടാനുള്ള തട്ടിപ്പ്. അതാവുമ്പോ ആരും ഒന്നും പറഞ്ഞ് ശല്യപ്പെടുത്തില്ലല്ലോ. എന്നെ ബോധിപ്പിക്കാനാണെങ്കിലേ വേണ്ടെന്ന് പറഞ്ഞേക്ക്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. എന്താ അച്ഛാ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നമ്മുടെ വീട്. ഞാൻ എന്ത് ചെയ്യാനാ മോളെ? എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ സോറി പറഞ്ഞിരിക്കുന്നു പോരെ. അയ്യോ സോറി ഒന്നും വേണ്ട അച്ഛാ. അച്ഛനൊരു കാര്യം ചെയ്യും, വൈകുന്നേരം വരുമ്പോ ഒരു ഫാമിലി പാക്ക് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. എല്ലാവരുടെയും പിണക്കവും ദേഷ്യവും വിഷമവും എല്ലാം അതിൽ അലിഞ്ഞു പോട്ടെ. എന്താ? ഓക്കെ, എഗ്രീഡ്. വേണ്ട, ഇവിടെ ആരും ഒന്നും വാങ്ങിക്കൊണ്ട് വരണ്ട. വല്ല വിഷവും ചേർന്നാണോന്ന് എങ്ങനെ അറിയും? വിഷോ? ഐസ്ക്രീമിൽ എന്ത് വിഷം ചേരാനമ്മേ? അച്ഛനിടയ്ക്കിടയ്ക്ക് വാങ്ങാറുള്ളതല്ലേ. നീ വെറുതെ തർക്കിക്കാൻ വരില്ലേ ഗൗരി? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. നിനക്ക് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം, പോരെ? അമ്മ ഭയങ്കര ചൂടിലാണല്ലോ. എന്താ അച്ഛാ കാര്യം? ഹേയ്, മോള് വെറുതെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കണ്ട. കുറച്ചു കഴിയുമ്പോ എല്ലാം മാറും. നീ എന്തുകൊണ്ട് അച്ഛൻ എന്നെ പോകാൻ അനുവദിക്കുന്നില്ല? അതിന്റെ കാരണം എനിക്കറിയേണ്ടത്. BBK സ്റ്റേറ്റ് ലെവലിൽ 5ാമത്തെ ടോപ്പ് സ്കോറർ ആയിരുന്നു ഞാൻ. വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് നടത്താനുള്ള മാറ്റും ഞാൻ സ്കോർ ചെയ്തിരുന്നു. എന്നിട്ടും ഓരോ മുടന്ന ന്യായങ്ങൾ പറഞ്ഞ് അച്ഛൻ എന്നെ വിലക്കുന്നത് എന്തുകൊണ്ടാണെന്നേ എനിക്ക് മനസ്സിലാവുന്നില്ലമ്മേ. ഒക്കെ അച്ഛന് പിടിവാശിയാ. എന്താ അമ്മയൊന്നും മിണ്ടാത്തത്? ആർക്കൊന്നും പറയാനില്ല ഇപ്പൊ? മാനേജ്മെന്റ് സീറ്റിൽ മെഡിസിൻ അഡ്മിഷൻ വേണ്ടെന്ന് ഇവള് പറഞ്ഞതല്ലേ? എന്നിട്ട് അച്ഛൻ കേട്ടോ? നിർബന്ധിച്ചവർക്ക് സീറ്റ് തരപ്പെടുത്തി കൊടുത്തു. കാരണം ഇവക്ക് അത് താല്പര്യമാണെന്ന് അച്ഛൻ അറിയായിരുന്നു. അതുപോലെ എന്താ എന്നെ എന്റെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടാത്തത്? പണച്ചെലവിന്റെ കാര്യം ഓർത്താണെങ്കിലേ ഇവക്ക് വേണ്ടതിന്റെ പകുതി പോലും ആവില്ലല്ലോ എനിക്ക്. 2 മക്കൾ ഒരാളെ മാത്രം സ്നേഹിക്കുകയും മറ്റൊരാളെ അവഗണിക്കുകയും ചെയ്യുന്നത് കഷ്ടല്ലേ അമ്മേ? ഗായത്രി, എന്താ മോളെ നീ പറയുന്നത്? നീ ഇവളും തമ്മില് ഞങ്ങൾക്ക് എന്തെങ്കിലും വേർതിരിവ് ഉണ്ടായിട്ടുണ്ടോ? എന്നെങ്കിലും എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിനക്ക്? നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ഒരുപോലെ അല്ലേടി? ഇനി ഒരിക്കൽ കൂടി എന്റെ മോൾ അങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത്. ഇഷ്ടമില്ലഞ്ഞിട്ടല്ല മോളെ, ഇഷ്ടം കൂടുതലും ഉണ്ടാ.
അച്ഛൻ നിന്നെ എങ്ങോട്ടും പോവാൻ സമ്മതിക്കാത്തത്? എപ്പോഴും നിങ്ങൾ രണ്ടുപേരും അച്ഛന്റെ കൺവെട്ടത്ത് തന്നെ ഇല്ലെങ്കിൽ അച്ഛന് ടെൻഷനാ, പേടിയാ പാവത്തിന്. ഞാനിപ്പോ അവിടെ പഠിക്കാൻ പോയിന്ന് വെച്ച് എന്ത് സംഭവിക്കാനാ? ഒക്കെ അച്ഛന് വെറും പേടിയാ. അല്ല മോളെ, അച്ഛന്റെ വെറും തോന്നലുകളല്ല അത്, സത്യവാ. നിനക്കതറിയണമെങ്കിൽ ദാ നിന്റെ അനിയത്തിയോട് ചോദിച്ചു നോക്ക്. കോളേജിൽ വിടാൻ പോയ ഇവളെ എന്തിനാ തിരികെ ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. സത്യോ ചേച്ചി, അന്നാ സൈനയുടെ അപ്പനും ചേട്ടനും കൂടി വഴിയിൽ തടഞ്ഞു നിർത്തി നമ്മുടെ കാർ അടിച്ചു തകർത്തു. നമ്മൾ രണ്ടുപേരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് അവര് പോയത്. ചേച്ചിയോടൊന്നും പറയണ്ടെന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. ഇപ്പോ നമുക്കെല്ലാം വളരെ മോശം സമയം മക്കളെ. പ്രത്യേകിച്ച് അച്ഛന് ബിസിനസ്സിലും ഒരുപാട് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ നിങ്ങളെ പറ്റിയുള്ള ടെൻഷനും. എന്നിട്ടും എല്ലാം ഉള്ളിലൊതുക്കി നമ്മുടെ മുമ്പ് ചിരിച്ചു കളിച്ച് നടക്കുക ആ പാവം. നമ്മളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്കറിയോ, മെനഞ്ഞാന്ന് അച്ഛന് ഓഫീസിൽ വെച്ചൊരു നെഞ്ചുവേദന വന്നു. അബ്ദുവും വാര്യരങ്ങളും കൂടിയാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. മൈൽഡ് അറ്റാക്ക് ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. അമ്മ, സത്യമാണോ? എന്നിട്ട് അച്ഛൻ എന്നാ നമ്മളോടൊന്നും പറയാതിരുന്നേ? പറഞ്ഞ നമുക്ക് വിഷമാവൂലെന്ന് കരുതി. എന്തെങ്കിലും സംഭവിച്ചു പോയാ നമുക്ക് ആരുമില്ലാതായി പോകില്ലെന്ന അച്ഛൻ്റെ ഇപ്പോഴത്തെ പേടി. പിന്നെ എന്തിനാ അമ്മ ഇന്നലെ അച്ഛനോട് പിണങ്ങിയത്? എന്തിനാ അച്ഛനെ തനിച്ചാക്കിയത്? എന്റെ പിണക്കൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷെ അതുപോലല്ല നിങ്ങളുടെ കാര്യം. ഇങ്ങനൊരു അച്ഛനെ കിട്ടിയതാ എന്റെ മക്കളുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആവശ്യമില്ലാതെ പിണങ്ങി വാശി പിടിച്ചു വെക്ക്. ആ മനസ്സിനെ വിഷമിപ്പിക്കരുത്. സ്നേഹവും സമാധാനവും കൊടുത്ത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അതിലപ്പുറം അച്ഛന് ഒരു ബലവും വേണ്ട. അമ്മ, എനിക്കിപ്പോ അച്ഛനെ കാണണം. ആരോ വന്നിട്ടുണ്ടല്ലോ, ചിലപ്പോ വാര്യരായിരിക്കും. അശോ പ്ലീസ്, അത് നടക്കില്ല. എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ വന്ന എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെടും. അജോ പ്ലീസ്, പ്ലീസ് ലീവ് മീ. എനിക്കൊന്നും അറിയില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പ്ലീസ് പ്ലീസ് അജോ. வணக்கம் அம்மா. ആരാ? ஆடடா, என்ன தெரியவே இல்லையே. ஆனா எனக்கு உங்களை நல்லாவே தெரியும். ஒரு தடவை கோவில் வச்சு உங்களை பார்த்துருக்கு. സ്വയം പ്രഭാന്ന് ഫുൾ നെയിം. ആന പ്രഭാന്ന് കൂപ്പിടുവാரு. 45 years old. ஆனா பார்த்தா ஒரு 32க்கு அப்புறம் சொல்ல மாட்டேன். அழகான ராசாத்தி. എന്നോട് മേനോൻ സാർക്ക് ചെല്ലം. നിങ്ങൾ ആരാ? സത്യേട്ടനെ കാണാനാ വന്നതെങ്കിൽ ആളിവിടെ ഇല്ല. தெரியும் அம்மா. ஆள் இங்க இல்லைன்னு எனக்கு நல்லா தெரியும். தெரிஞ்சுதான் வந்தது. நான் வந்தது சாரனை பார்க்க வேண்டியல்ல, இங்க எல்லாம் நல்லா பார்த்துட்டு போகிறதுக்கு.
புரிஞ்சுதா? ஏமா இப்படி பாக்குற? என்ன அறியல? நான் பெருமாள், கோவில்பட்டி பெருமாள். இந்த ஊர்ல வட்டி பெருமாள்னு சொன்னா எல்லாருக்கும் தெரிஞ்சிடும். இப்ப புரிஞ்சுதா? இந்த வீடும் ப்ராப்பர்ட்டி எல்லாம் என்னோட சேஃப்ல சேஃபா இருக்கு. ஆனா அந்த சீட்டு திரும்பி வேணும்னா வட்டி சேர்த்து 7 CR, அதாவது 7 கோடி என் பக்கம் கிடைக்கணும். இருக்கா? உன் பக்கம் இருக்கா? உன் ஹஸ்பண்ட் பக்கம் இருக்கா? இருக்கல. இருக்கலன்னு எனக்கு നന്നാ தெரியும். ദയവേത് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത്. കുറച്ച് സാവകാശം കൂടി തരണം. சாவகாசமா? எதுக்கு? சாரி அம்மா, நான் அந்த மாதிரி ஆளே இல்ல. டீல்னா கரெக்டா இருக்கணும். அதுதான் பெருமாளோட பாலிசி. உங்க ஹஸ்பண்ட் சைன் போட்ட ப்ராமிசரி நோட்ல டைம் முடிய இன்னும் 1 வாரம் மட்டும். இப்போ ഈ ப்ராப்பர்ட்டியும் வீடும் எனக்கு கிடைச்சா கூடி முதல் மட்டும் தான் கிடைக்கும். ஆனா வட்டிக்கு நான் என்ன செய்வேன் சொல்லம்மா? நான் எப்படி முதலாக்கும்? ஆடடா, குழந்தைகள் பிரமாதமா இருக்கு, அழகா இருக்கு, பார்த்தா பிலிம் ஸ்டார் மாதிரி இருக்கு. அப்படியானா வட்டிக்கு இவங்க போதும். டேய் சரவணா, நம்ம வட்டிக்கு இந்த கேரண்டி எப்படி இருக்கு? സൂപ്പർനാ. കടക്കടോ പുറത്ത്. തന്റെ കാശ് ഞങ്ങൾ തരും. പറഞ്ഞ സമയം തീരെ ഇനി ഒരാഴ്ചയുണ്ടല്ലോ. അതിനുള്ളിൽ കട ഞങ്ങൾ വീട്ടും. அப்படியான நல்லா இருக்கட்டு. ஆனா அந்த டைமுக்குள்ள வட்டி சேர்த்தன் காசு கிடைக்கல. പെരുമാൾ ഒരു തടവ് കൂടി വന്നിടും. അന്ന് പെട്ടിയും സട്ടിയും ഒക്കെ എടുത്തോണ്ട് എല്ലാവരും ഇങ്ങിരുന്ന് ഇറങ്ങണം. പെരുമാൾ പറഞ്ഞപടി ചെയ്തിടും. ജാഗ്രത. ഡേ വാടാ. ചേച്ചി സങ്കടപ്പെടണ്ട. ഇപ്പൊ ഈ തീരുമാനം എടുക്കാൻ കാണിച്ച ധൈര്യം ഇനി അങ്ങോട്ടും വേണ്ടത്. അമ്മ പറഞ്ഞതുപോലെ എല്ലാത്തിലും വലുതല്ലേ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും. അവരെ വിഷമിപ്പിക്കുന്ന ഒന്നും നമുക്ക് വേണ്ട. ചേച്ചി കരയ വേണ്ട കേട്ടോ. കുറച്ചു ദിവസം കഴിയുമ്പോ ഒക്കെ ശരിയാവും. മോളെ, എന്താ അമ്മേ? ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. അച്ഛന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ് മറന്നു. ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അതിനിപ്പോ അമ്മ പോണമെന്നുണ്ടോ? ഒന്ന് വിളിച്ചു പറഞ്ഞ ആരെങ്കിലും വരില്ലേ? വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് അകത്തിരുന്നോണം. ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്. അമ്മേ, എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാമേ. ഒരു 10 മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ റെഡി ആയിട്ട് വരാം. വേണ്ട മോളെ, അവിടെ അച്ഛന് നല്ല തിരക്കാവും. വെറുതെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അമ്മ പോയിട്ട് വേഗം വരാം. അമ്മേ, അച്ഛനോട് എനിക്കൊരു പിണക്കമില്ലാതെ പറയണം. അച്ഛനെ വിഷമിപ്പിച്ചുകൊണ്ട് എനിക്കെങ്ങും പോകണ്ടെന്നും അമ്മ പോയിട്ട് വരാം. പാവം, അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് കാണണമെന്ന് തോന്നിയിട്ടുണ്ടാവും. അതാ ഒരു ടാബ്ലറ്റിന്റെ പേരും പറഞ്ഞ് ഓടിപ്പോകുന്നത്. പിണങ്ങിയിരുന്നതല്ലേ?
ദേ ഇങ്ങോട്ട് നോക്കിയേ. പവിത്രൻ ഡീസന്റ് ആണെങ്കിൽ പക്കാ ഡീസന്റാ. ഇടഞ്ഞാലുണ്ടല്ലോ തനി തറയാ, തറയിലും തറ. പണ്ട് ചാലക്കമ്പോളത്തില് ചുമടെടുത്ത് നടന്ന പവിത്രനാകാനേ എനിക്ക് ഒരു സെക്കൻഡ് മതി. സെക്കൻഡ്. പവിത്ര, ആ പവിത്രന്റെ വായിന്ന് പൂരപ്പാട്ട് കേൾക്കണ്ടെങ്കിലേ താൻ മര്യാദയ്ക്ക് എന്റെ കാശ് തരാൻ പറയട്ടെ തന്റെ മുതലാളിയോട്. നമ്പരേ ഈ ദുബായ് പവിത്രനോട് വേണ്ട. താൻ ഇങ്ങനെ ഇരുന്ന് ചാടി തുള്ളുന്നത് എന്തിനാ പവിത്ര? തന്റെ കാശ് ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. തരും. അതിന് സ്വല്പം സാവകാശമല്ലേ ചോദിച്ചുള്ളൂ. അങ്ങനെ തന്റെ സൗകര്യത്തിന് കാത്തുകെട്ടി കിടക്കാനേ എന്നെ കിട്ടില്ല. എനിക്ക് എന്റെ കാശ് ഇപ്പൊ കിട്ടണം. പവിത്ര, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? ഇത്രയും വലിയ ഡെപ്പോസിറ്റ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതൊരു നാഷണലൈസ്ഡ് ബാങ്ക് ഒന്നുമല്ല. ഒരു പ്രൈവറ്റ് ബാങ്കിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഇല്ലേ? ഡെയിലി ട്രാൻസാക്ഷൻ അല്ലാതെ പരിധിയിൽ കൂടുതൽ കാശ് ഞങ്ങൾ ഇവിടെ കരുതാറില്ല. അതാ നാളത്തേക്ക് ഒരു സാവകാശം ചോദിച്ചത്. ഓ പിന്നെ തന്റെ നമ്പരൊന്നും ഇവിടെ ചെലവാകില്ല മാനേജർ സാറേ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുക. ഇവരുടെ ഈ ബാങ്കേ പൊട്ടിപ്പൊളിഞ്ഞ അടിവേര് പറഞ്ഞേക്കുക. വല്ലവും കൊണ്ട് ഇട്ടിട്ടുണ്ടെങ്കിലേ അത് കൈയോട് പിടിച്ചു വാങ്ങാൻ നോക്കണം. ഇല്ലെങ്കിലേ കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്ക സ്വാഹ. പവിത്ര, മര്യാദയോട് കാണിക്കരുത്. ആവശ്യമില്ലാത്ത വിളിച്ചു പറഞ്ഞ് കസ്റ്റമേഴ്സിനെ കൺഫ്യൂഷൻ ആക്കരുത്. ഞങ്ങളെ വർഷങ്ങളായി കാണുന്നവരാണവർ. ഓ പിന്നെ തന്റെ ഒരു കൺഫ്യൂഷൻ. ഇല്ല പണിക്കരേട്ടാ, ആ ഡീല് തെറ്റിയിട്ടൊന്നുമില്ല. ഷെട്ടിയുടെ മാനേജർക്ക് ചില ലീഗൽ കൺഫ്യൂഷൻസ്, അത്രേ ഉള്ളൂ. നാളെ മറ്റന്നാളും ഞാൻ നേരിട്ട് പോയി ആളെ കാണുന്നുണ്ട്. തൽക്കാലം എനിക്കൊന്ന് റോൾ ചെയ്ത് നിന്നേ പറ്റൂ. പണിക്കരേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം. ചേട്ടൻ പറയുന്നതാണ് പലിശ. ഒരു 50 ഉടനെ വേണം. ഒരു 25 ഹലോ ഹലോ പണിക്കരേട്ട. മുകളിൽ അടച്ചുപൂട്ടി വെക്കാതെ ഇറക്കിക്കൊണ്ട് വാടോ തന്റെ മുതലാളിയെ. നാട്ടുകാരുടെ കാശ് തട്ടിയിട്ട് ഏസിക്കകത്തിന് സൂഹിക്കുന്നോ? ഇറക്കി വിടറോ അയാളെ. അല്ലേ വേണ്ട, ഞാനങ്ങോട്ട് പോവാം. പവിത്ര, ദയവേത് പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാവണ്ടല്ലേ അയാളെ വിളിക്കണോ? അയാളെ വന്ന് സമാധാനം പറയട്ടെ. എന്താ എന്താ ഇവിടെ? എന്തു പറ്റി? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സത്യേട്ടൻ മുകളിലുണ്ട്. ഓ പെണ്ണും പിള്ളയാണല്ലേ. നാട്ടുകാരുടെ കാശ് വാങ്ങിച്ച് തിന്നു കൊടുത്ത് നല്ല ഉരുപ്പടിയായിട്ട് ഇരിക്കല്ലേ. നിർത്തണ. എന്താണോ പറഞ്ഞത്? സത്യേട്ടാ, ഓ ഭാര്യ പറഞ്ഞപ്പോ തനിക്ക് പൊള്ളിയല്ലേ. മര്യാദക്ക് എന്റെ കാശ് വെച്ചിട്ട് ആണത്തെ കാണിക്കണോ? തരും. നിന്റെ കാശ് പലിശ അടക്കം ഒരു ചില്ലിക്കാശ് കുറയാതെ ഞാൻ തരും. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞൊരു ഭാഷയുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാൻ പറ്റുമോ പവിത്ര നിനക്ക്? ഓ നമ്മൾ ഇത്തിരി തറയാണേ. ഞെളിഞ്ഞ് നിന്ന് വാചം അടിക്കാതെ എന്റെ കാശ് എപ്പ തരൂന്ന് പറയടോ. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഈ ബാങ്ക് തുറക്കുമ്പോ ഇയാൾക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നു തീർത്തിരിക്കും. ഇയാളുടെ മാത്രമല്ല, ആർക്കൊക്കെ കിട്ടാനുണ്ടോ അവരുടെ എല്ലാവരുടെയും കാശ് തന്നിരിക്കും. ആ പെണ്ണും പിള്ള പറഞ്ഞത് നമ്പിയിട്ട് ഞാൻ പോവാ. നാളെ എന്റെ കാശ് കിട്ടിയില്ലെങ്കിലേ കുടുംബം അടക്കം എല്ലാത്തിനെയും ഞാൻ കൊളുത്തും. പറഞ്ഞേക്കാം. ഇപ്പോ എണ്ണി തുടങ്ങിയാൽ നാളെ ബാങ്ക് തുറക്കാൻ കഷ്ടിച്ചിനി 20 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ എല്ലാവരെയും സെറ്റിൽ ചെയ്യണം. എങ്ങനെ? എന്തുറപ്പിന്മേൽ? എന്തുറപ്പിന്റെ പുറത്താടോ താൻ എല്ലാവർക്കും വാക്കുകൊടുത്തേ? നാളെ നമ്മൾ 4 പേരും ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട്